അല്ലല്ല അതിന്റെ മോളിൽ കയറി ഒന്നും ചെയ്യരുത്. റോഷത്തെ സ്റ്റോപ്പ് ചെയ്യാത്തവരെ അതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് പുറത്തുനിന്ന് പറഞ്ഞത് ഓക്കെ അവരെ സ്റ്റോപ്പ് ചെയ്യാൻ അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ റോഷനെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കി. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം പറ്റിയപ്പോഴെന്ന് വെച്ചാൽ ഞാൻ സ്നേഹനെ പൊക്കി കൊണ്ടുപോകുന്ന സമയത്ത് റോഷൻ വന്നത് എൻ്റെ കാലം ചവിട്ടിയായിരുന്നു. അത് ഫീൽഡിന് പുറത്താണ്. അവിടെ വെച്ചാൽ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, അങ്ങനെയായിരുന്നു നിയമം. പക്ഷെ അങ്ങനെ ഒരു ഫൗൾ അവിടെ നടന്നു. അറ്റാക്ക് ചെയ്യാലോ അവരെ. ടൈം കളയാതെ നിങ്ങൾ ഇവരെ അറ്റാക്ക് ചെയ്യാൻ എന്താണ് നോക്കാത്തെ? അതന്നെ ഇനി ലാസ്റ്റ് 1 മിനിറ്റ് ആണ്. നിങ്ങൾ ഇതിൽ എത്ര കൂടുതലാണ് നിങ്ങൾ നടക്കുമെന്ന് തോന്നില്ല. ലാസ്റ്റ് 1 മിനിറ്റ് ആണ്. ലാസ്റ്റ് 1 മിനിറ്റ്. ഒരാള് അല്ല അത് കണ്ടോ കൊണ്ടിട്ടില്ല. ഇല്ല 10, 9, 8, 7, 6, 5, 4, 3, 2, 1. The game is over. പ്രേക്ഷകരെ, ഏറ്റവും ആവേശകരമായ ഒരു ഗെയിമാണ് ഇപ്പൊ ഫിനിഷ് ആയിട്ടുള്ളത്. രണ്ട് ടീമുകളും അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഉഗ്രം പെർഫോമൻസ് ആയിരുന്നു. ഉദ്വേഗജനകം. ഒരു രണ്ടുപേരും അവിടെ കിടന്ന് അടികൂടി. ടാക്ടിക്സ് പുതിയ സാധനങ്ങള് ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. പല രീതിയിൽ ഇത് നിറയ്ക്കാൻ ശ്രമിച്ചു. എല്ലാ രീതിയിലും ഇൻവോൾവ് ആയി. ഇതുവരെ നമ്മൾ നടത്തിയ ഗെയിംസിൽ ഏറ്റവും ഇൻവോൾവ് ആയിട്ട് ചെയ്ത ഒരു ഗെയിമായിരുന്നു. ഇവിടെ ഈ ബക്കറ്റ് മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. ഒരു ബക്കറ്റ് മുഴുവൻ നിറച്ചു, പക്ഷെ മറ്റേ ബക്കറ്റിൽ ഒന്നും തന്നെ ഇല്ല. മസ്താനിയുടെ ടീം ആദ്യത്തെ ബക്കറ്റ് മുഴുവൻ നിറച്ചു. രണ്ടാമത്തെ ബക്കറ്റിൽ ആദ്യത്തെ റിംഗ് വരെ നിറഞ്ഞിട്ടുണ്ട്. അവർ ഫെയർ ആയിട്ട് അവർ ജയിച്ചു. ഫൗൾ എന്തൊക്കെയാണെന്നും എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെന്നുള്ളതും നിങ്ങൾക്ക് കൗൺസിലിൽ പറയാവുന്നതാണ്. ഓരോ ഫൗളും നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പറയാവുന്നതാണ്. പ്രസന്റ്ലി ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് മസ്താനിയുടെ ടീം കൂടുതൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. സോ അഡ്വാൻറ്റേജ് അവർക്കാണ്. അവർ ഈ ഗെയിം ജയിച്ചിരിക്കുകയാണ്. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ